ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ ടീസ്പൂൺ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ, ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യം തന്നെ കുക്കറിലോട്ട് എല്ലാവിധ പൊടികളും ചേർക്കുക. അതിനൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ മല്ലിയില, ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ സ്റ്റോക്ക്, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ലേശം സുർക്കയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചേർത്തിട്ട് ബീഫിന് നല്ല രീതിക്ക് പരട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുക. ഇത് അടിക്ക് പിടിക്കാണ്ടിരിക്കുക അത്രമാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-12 വിസിൽ ഇതാക്കാം. നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് ആ വിസിലിൻ്റെ ആ ഒരു ഇതും മാറും കേട്ടോ. ഇവിടെ ഏതായാലും ഒരു 10 വിസിലൊക്കെ എന്തായാലും എടുത്തേക്കണത്, അതൊന്ന് വെന്ത് കിട്ടാൻ. അതിനുശേഷം നേരെ തന്നെ അത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വേവിച്ച റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയതും പിന്നെ റെഡ് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാർക്കോളിലേക്ക് നമ്മൾ ആ സ്മോക്ക് വരാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മളിവിടെ ഒറ്റ ടീസ്പൂൺ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാമല്ലേ, ബീഫാണ്, അത്യാവശ്യം നെയ്യ് ഉണ്ടാവും, അങ്ങനെ റൈസിലോട്ട് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി ദം വെച്ചാൽ നമ്മുടെ സൂപ്പർ മന്തി ഇവിടെ റെഡിയാണ്. പിന്നെ എന്ത് വേണമല്ലേ, വീട്ടിലത്തെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു സൂപ്പറാണെന്ന്. അപ്പോൾ നിങ്ങളും കൂടി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആ റൈസിൻ്റെ ഫ്ലേവറൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടി ട്രൈ ചെയ്യുക. ബീഫിൻ്റെ മസാല ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, എനിക്ക് റൈസിൻ്റെ ഫ്ലേവറാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങളോട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കാം.